ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ചെറിയ ആറ്റിൽ വലയിട്ട് മീൻപിടുത്തമാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഫ്രണ്ട്സ്, നമ്മളിന്ന് വലയിടാൻ പോകുന്ന ആറ് ഇവിടെയാണ്. ഈ ആറ്റിലാണ് ഇന്ന് വലയിടുന്നത്. അപ്പോൾ ഇത് ഒരു ചെറിയ ആറാണ്. നമ്മൾ നേരത്തെ പോകുമ്പോഴുള്ള വലിയ ആറൊന്നുമല്ല, അത്രത്തോളം വലിയ ആഴങ്ങളുമില്ല. അപ്പോൾ ഇന്നത്തെ വലയടക്കം ഇവിടെയാണ്. ഇത് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. വീടിൻ്റെ അടുത്തുനിന്ന് ഒരു 10 കിലോമീറ്ററിന് അടുത്ത് തന്നെയാണ്. 10 അപ്പോൾ ഇന്ന് വലയിടാൻ വന്നിരിക്കുന്നത് നമ്മൾ 3 പേരേ ഉള്ളൂ. മൊത്തം 4 പേര്. അപ്പോൾ നമ്മൾ വലയിട്ട് തുടങ്ങിയിട്ടുണ്ട്. എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കാം. ഇവിടെ നോക്കിയാൽ തന്നെ കാണാം, അധികം ആഴമൊന്നുമില്ല. നമുക്ക് നടന്നിടാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് മൊത്തം വലയിട്ട് കഴിഞ്ഞിട്ട് നോക്കാം എന്താ ഈ മീൻ കിട്ടുമെന്ന്. അപ്പോൾ നമ്മൾ വലയെല്ലാം ഇട്ട് തീർന്നിട്ടുണ്ട്. ഇനി മൊത്തത്തിന്ന് വിരട്ടുന്നതാണ് മീനിനെ. നമ്മളിതുപോലെ ഒന്ന് വിരട്ടുമ്പോഴേക്കും മീനുകളടിയിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുമ്പോഴാണ് ഈ വലയിൽ മീൻ വീഴുന്നത്. അപ്പോൾ സൈഡിൽ പടപ്പും കാടും ഒക്കെ പിടിച്ചു കിടക്കുന്നതിൻ്റെ ഇടയെല്ലാം ഓട്ടിച്ച് നല്ല രീതിക്ക് ഇളക്കി വിടണം. അവിടെയാണ് കൂടുതൽ വലിയ മീനുകളെല്ലാം ഒളിച്ച് നിൽക്കുന്നത്. നമ്മൾ ഇറങ്ങുമ്പോഴേക്കും മീനുകളെല്ലാം കയറി പൊത്തിലും കാട്ടിൻ്റെ ഇടയിലോട്ടും ഒളിക്കും. അപ്പോൾ അവിടെയെല്ലാം നല്ല രീതിക്ക് ഓട്ടിച്ച് വിട്ടാൽ മാത്രമേ വലിയ മീനുകൾ കിട്ടുകയുള്ളൂ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഒരു സൈഡിൽ നിന്ന് വല എടുത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വലയെടുക്കാൻ തുടങ്ങി. നമുക്ക് എത്രത്തോളം മീൻ കിട്ടിയിട്ടുണ്ടെന്ന് ഇപ്പോൾ അറിയാൻ പറ്റും. മീനൊന്നും ഉള്ളതായിട്ട് ഇതുവരെ അറിയില്ല. ഫസ്റ്റ് വല എടുത്തുകൊണ്ട് നിൽക്കണേ ഉള്ളൂ. അപ്പുറ സൈഡിൽ നിന്ന് അടുത്ത വലയും എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അവിടെ 2 മീൻ കിടപ്പുണ്ടെന്ന് പറയുന്നുണ്ട്. അവിടെ കുരുങ്ങി കിടക്കുകയാണ് മീൻ. ഇപ്പുറ സൈഡിലെ നമ്മളെ കൂടെ വന്ന ഒരാൾ തന്നെയാണ്. അത് അവിടെ നിന്ന് വല എടുത്തുകൊണ്ട് വരികയാണ്. അപ്പോൾ 2 സൈഡിലായിട്ട് വല എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എടുത്ത് തീരുമ്പോൾ അറിയാം എത്രത്തോളം മീനുണ്ടെന്ന്. എന്തായാലും മീനുണ്ടെന്ന് ഒരു വലയിൽ മീനുണ്ടെന്ന് അവർ പറഞ്ഞു കഴിഞ്ഞ് അടുത്ത വല അവരെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. 2 വലയിട്ടത് നമ്മളെടുത്ത് തീരാറായിട്ടുണ്ട്. ഇപ്പോൾ കൊണ്ട് കയറുന്നതായിരിക്കും. അതിൽ ഒരുപാട് മീനൊന്നുമില്ല. അതാ കൊണ്ട് വരുന്നുണ്ട് 2 വല. ആ 2 വലയും ഇപ്പോൾ എടുത്തതാണ്. മീൻ കുറവാണതിൽ. അപ്പോൾ ഈ മീൻ എടുത്തിട്ട് അടുത്ത് വീണ്ടും ഇടും. അതിൽ മീൻ കുറവായിരുന്നു. അപ്പോൾ അടുത്ത് വീണ്ടും വല ഇടുകയാണ്. അപ്പോൾ ഇനി അടുത്ത് നമ്മൾ കുറച്ചുകൂടെ ഉള്ളിലോട്ട് ആഴത്തിലോട്ട് ഇടുകയാണ്. അവിടെ കുറച്ച് ആഴമുണ്ട്. അപ്പോൾ അടുത്ത് നമുക്ക് നോക്കാം ഇവിടെ എന്തെങ്കിലും കിട്ടുമെന്ന്. ഇത് നേരത്തെ നമുക്ക് കിട്ടിയ മീനാണ്. ആദ്യത്തെ വലയിൽ കിട്ടിയത്. അപ്പോൾ വീണ്ടും വലയിട്ടത് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമത്തെ സ്റ്റെപ്പിട്ടത്. അപ്പോൾ അതിൽ മീനുണ്ടോയെന്ന് അറിയില്ല. നമുക്ക് നോക്കാം.
ഫ്രണ്ട്സ്, നമ്മൾ രണ്ടാമത്തെ വല എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിലിതാ മീൻ കിടപ്പുണ്ട്. മീനുകൾ ശരിക്കും കിടപ്പുണ്ട്. അതിൽ കുഴപ്പമില്ല. അതാ മീൻ കിടക്കുന്നത് കാണാം. ഒരു വല ഇതാ എടുത്തുകൊണ്ട് വരുന്നുണ്ട്. അതിലും കുറച്ച് മീൻ കിടപ്പുണ്ട്. അപ്പോൾ മറ്റൊരു വല ഇതാ ഇവിടെ എടുത്തുകൊണ്ടിരിപ്പുണ്ട്. ഇവിടെയൊക്കെ അത്യാവശ്യം ആഴമുള്ള സ്ഥലം തന്നെ. അപ്പോൾ ഒരു വല ഇതാ കൊണ്ട് കയറുകയാണ് കരയിൽ. അതിൽ ഇതാ ശരിക്കും മീൻ കിടപ്പുണ്ട്. ഇതാ മീഡിയം സൈസ് മീനാണ് കിടക്കുന്നത്. അടുത്തൊരു വലയിൽ കമ്പ് കുടുങ്ങി കിടപ്പുണ്ട്. അപ്പോൾ ആ കമ്പെടുത്താലേ വല എടുക്കാൻ പറ്റൂ. അതിലും കുറേ മീൻ കിടപ്പുണ്ട്. ഈ വലയിൽ അത്യാവശ്യം നിറച്ച് മീൻ കിടപ്പുണ്ട്. ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന വലയിൽ. അപ്പോൾ കരയിൽ കൊണ്ട് കയറിയ വലകളിലൊക്കെ മീനെടുക്കുകയാണ് ഇനി. ഇത് കുരുക്ക് വല ആയതുകൊണ്ട് നല്ല രീതിക്ക് കുരുങ്ങി കിടപ്പുണ്ട്. ഉടക്ക് വലയെന്നും പറയും. അപ്പോൾ ഇനി ഇതെല്ലാം ഇളക്കിയെടുക്കണം വലയിൽ നിന്ന്. അത് കുറച്ച് നേരത്തെ പണിയുണ്ട്. ഈ വല ഇവിടെ എടുത്ത് തീരാറായിട്ടുണ്ട്. നമുക്ക് കുറച്ച് മീനെ കിട്ടി. അതിൽ കൂടുതലും സ്ലോപ്പിനുണ്ട്. മുള്ളനുണ്ട്. പിന്നെ ഒരു സൈസ് പാവലുണ്ട്. അപ്പോൾ 2-3 ഐറ്റം മീനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതാ നിറച്ച് മീൻ കിടപ്പുണ്ട് വലകളിലൊക്കെ. അത്യാവശ്യം കുഴപ്പമില്ലാതെ നമുക്ക് മീൻ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഇളക്കിയെടുക്കുക വലയിൽ നിന്ന്. അപ്പോൾ നമ്മൾ ഒരു സൈഡിൽ കൂടെ വല ഇട്ടിട്ടുണ്ട്. അവിടെയുള്ള വലയും കൂടെ എടുത്ത് നമ്മൾ ഇന്നത്തെ മീൻപിടുത്തം ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ അത് അവരെടുത്തുകൊണ്ട് നിൽക്കുകയാണ്. ആ വല എടുത്ത് തീരാറായിട്ടുണ്ട്. അപ്പോൾ അതിലുള്ള മീനും കൂടെ നമുക്കത് കാണാം. അത് കൊണ്ടുവരുന്നുണ്ട്. 2 വല ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു വലയിൽ മീൻ കുറവാണ്. ഒരു വലയിൽ കിടപ്പുണ്ട്. സ്ലോപ്പനാണ് കിടപ്പുണ്ട്. സ്ലോപ്പിനാണ് കൂടുതലുള്ളത്. ഇതാ സ്ലോപ്പിയനാണത്. അപ്പോൾ ഇവിടെ ആറ്റിലും സ്ലോപ്പിയൻ ഇറങ്ങിയിട്ടുണ്ട് മഴയത്ത്. കൂടുതൽ സ്ലോപ്പിയനാണ്. അത്യാവശ്യം സൈസുള്ള സ്ലോപ്പിയൻ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്.
ഫ്രണ്ട്സ്, നമ്മൾ ഇന്നത്തെ മീൻപിടുത്തം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കിട്ടിയ മീൻ ഇത്രയാണ് ഇന്ന് കിട്ടിയ മീൻ. അപ്പോൾ കൂടുതലും മുള്ളനാണ് കിട്ടിയിരിക്കുന്നത്, ബാക്കി സ്ലോപ്പിനാണ്. അപ്പോൾ എല്ലാം കൂടെ ഇത്രയുമാണ് മൊത്തത്തിൽ നമുക്കിന്ന് കിട്ടിയ മീൻ. അപ്പോൾ നമ്മളെ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനലിൽ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും താങ്ക്സ്.